വണ്ടിയാണെങ്കിൽ ഒരു അസറ്റാണ്. അപ്പോൾ നമ്മൾ ഏകദേശം കാര്യങ്ങളെല്ലാം ഫോർച്യൂണറിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൂടുതലും ടയറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ ഫോർച്യൂണറിൽ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കേസിൻ്റെ പറഞ്ഞാൽ റിലയബിലിറ്റി ഡേയ്സ് തോരെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഫസ്റ്റത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ റീസെയിൽ വാല്യൂ. ഈ വണ്ടി എന്നും കൊടുത്താലും വിലയാണ്. അത് മേടിക്കാനും ആളുണ്ട്. അത് ഇതിൻ്റെ അകത്ത് വിറ്റ് പോവാണ്ട് കിടന്ന ആർക്കെങ്കിലൊക്കെ കൊടുത്ത് അങ്ങനെ മാരകമായിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു മാർക്കറ്റ് പ്രൈസിൽ ഇട്ടാൽ തന്നെ ഏത് മോഡൽ ഫോർച്യൂണർ ഒന്ന് വിറ്റ് പോകാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇത് ധൈര്യത്തോടെ മേടിക്കുന്നതും. ഇപ്പം ഇത് ഇന്ന് മേടിച്ചു, ഈ പൈസ അവിടെ എന്താ വണ്ടിയാണെങ്കിൽ ഒരു അസറ്റാണെന്ന് മറ്റേ സിനിമ പറയണ ആ രീതി തന്നെയാണ് എനിക്ക് ഫോർച്യൂണർ തോന്നിയേക്കണേ. അതിപ്പോൾ മേടിച്ചാൽ അതിൻ്റെ അകത്ത് അങ്ങേറ്റം പിള്ളേ 1-2 ലക്ഷം രൂപ കുറവായിരിക്കും 2-3 കൊല്ലത്തിനുള്ളിൽ. അത് എത്ര നാൾ ഉപയോഗിച്ച് തീർത്തു തന്നെ പറയാം. അങ്ങനെയാണ് ഉപയോഗിച്ച് വണ്ടി തീർത്തു എന്നല്ല,